നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. വിചാരിച്ചതുപോലെ അമ്പലത്തിൽ കയറാൻ പറ്റിയില്ലല്ലേ? ഇല്ല, കയറാൻ തുടങ്ങിയപ്പോഴേക്കും നമ്മുടെ കയ്യിലുള്ള ഹാരം കരിഞ്ഞുണങ്ങി. അപ്പോഴേക്കും എന്തോ അശുദ്ധി ഉണ്ടെന്ന് പറഞ്ഞ് അച്ഛനും മോളും തിരിച്ചുപോയി. അതിങ്ങ് തരൂ. അപ്പോ അതാണ് കാര്യം. ഇതുമായി ക്ഷേത്രത്തിനുള്ളിൽ കടക്കാൻ നോക്കിയതിന്റെ ദേഷ്യം തീർത്തതാണ്. അമ്മയും മോനും രക്ഷപ്പെട്ടത് ഭാഗ്യം കൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ കയ്യിലിരുന്ന മാല കരിഞ്ഞുണങ്ങിയതുപോലെ രണ്ടുപേരും അവിടെ മരിച്ചു വീഴുമായിരുന്നു. സാരമില്ല, നിങ്ങൾ പരിഭ്രമിക്കണ്ട. ഇതിനുള്ള മറുപടി എന്റെ പക്കലുണ്ട്. കൈ നീട്ടൂ. ഇനി ധൈര്യമായിട്ട് വയ്ക്കോളൂ. ഇതും വച്ചോളൂ. ഇനി ഇത് വെച്ച് നിങ്ങൾക്ക് അവളുടെ കയ്യിലുള്ള ശിവരൂപം കൈക്കലാക്കാം. ഒരു തടസ്സവും ഉണ്ടാവില്ല. എന്നിട്ട് എത്രയും വേഗം അത് ഗഹനെ ഏൽപ്പിക്കണം. ശരി, വയ്ക്കോളൂ. മരുന്ന് കഴിച്ചേ. എനിക്കിപ്പോ മരുന്നും മന്ത്രമൊന്നുമല്ല ആവശ്യം, ഒരല്പം മനസമാധാനം. നീ ഒറ്റ ഒരുത്തനാ അത് ഇല്ലാതാക്കിയത്. ഞാൻ എന്ത് ചെയ്തെന്ന് അമ്മ പറയുന്നത്? വെറുതെ ഓരോന്ന് ചിന്തിച്ചു കൂട്ടി അമ്മ സ്വയം ഉണ്ടാക്കിയ പ്രോബ്ലംസ് അതൊക്കെ. അതേടാ, മോൻ വഴിപിഴിച്ചു പോയാലേ പെറ്റമ്മ അതേപ്പറ്റി ആലോചിച്ച് സങ്കടപ്പെടാതെ എന്ത് ചെയ്യണം? കണ്ട പെണ്ണുങ്ങൾക്ക് വേണ്ടിയാണല്ലോ നീ എന്നെ തള്ളി പറഞ്ഞത്. അമ്മയെ ഞാൻ ഒരിക്കലും തള്ളി പറഞ്ഞിട്ടില്ല. അമ്മ പറയുന്നതൊന്നും അനുസരിക്കാതിരുന്നിട്ടുമില്ല. വേണ്ട വേണ്ട വേണ്ട, നീ എന്നെ പറഞ്ഞു മയക്കാനൊന്നും നോക്കണ്ട. നീയല്ലേ ആ ദേവൂട്ടിയെ വേഷം മാറ്റി രാജീവിന്റെ വീട്ടിൽ കൊണ്ടുവന്നത്? എന്നെ പറ്റിക്കാനല്ലെങ്കിൽ പിന്നെ എന്തിനായിരുന്നു? അമ്മേ,
അമ്മയ്ക്ക് അതൊക്കെ വെറുതെ തോന്നുന്നതാ. അത് ദേവൂട്ടിയല്ല, അത് രാജീവങ്ങളുടെ മോള് ശ്യാമിലി തന്നെയാ. ആ, ഒരു ശാമിലിയും അല്ല, അതാ ദേവൂട്ടി